Module 1 Introduction. Steps in decision making, that is decision making process. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസിഷൻ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നെല്ലാം പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ഡിസിഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. The decision making process begins with identification of a problem that requires a decision. A problem is a felt need, a question thrown forward for a solution. In this stage of decision making, a manager has to identify and define the real problem. A problem well defined is half solved. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രോബ്ലം വേണം അല്ലേ? ആ പ്രോബ്ലത്തിനാണ് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ വെൽ ഡിഫൈൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് അതിനെ മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, the problem may be an increase in a marketing cost or high employee turnover. The success of a manager to clearly identify business problem depends upon the imagination, experience and judgment. The problem may be an increase in manufacturing cost or high employee turnover. ഇൻക്രീസ് ഇൻ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു വരുന്ന ടോട്ടൽ കോസ്റ്റാണ്. ആ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. ഓക്കെ, അത് രണ്ടുമാണ് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അതിൻ്റെ റീസൺ പലതും ആവാം അല്ലേ? ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസിന് കോസ്റ്റ് കൂടുന്നത് കൊണ്ടാവാം. ദെൻ എംപ്ലോയി ടേൺ ഓവർ കൂടുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്ന കൂടുന്നത് ചിലപ്പോൾ സാലറീസിൻ്റെ കുറവ് കൊണ്ടാവാം. ഓക്കെ, അതൊക്കെയാണ് അവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അതൊക്കെയാണ് അവിടെ പ്രോബ്ലമായിട്ട് പറയുന്നത്. അപ്പോൾ ആ പ്രോബ്ലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ ഒരു മാനേജറുടെ സക്സസ് എന്ന് പറയുന്നത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഓക്കെ, അത് അയാളുടെ ഇമാജിനേഷനും എക്സ്പീരിയൻസും ജഡ്ജ്മെൻറ്റ് കേപ്പബിലിറ്റിയും അനുസരിച്ചാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. Next, problem diagnosis. Diagnosing a problem means knowing the gap between what and what ought to be. Then, just like a doctor diagnosing a disease from its sign and symptoms, a business manager should also diagnose a problem from its symptoms. A symptom is a condition or set of conditions which indicate the existence of a problem. അപ്പോൾ ഹൈ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴാണ് അത് പ്രോബ്ലമായിട്ട് മാറുന്നത്. അപ്പോൾ പ്രോബ്ലം എന്താണ്? നമ്മൾ അതിന് തന്നെ ഒരു സിംറ്റം കണ്ടുപിടിച്ചു. ഇനി ആ സിംറ്റം വരാനുള്ള കാരണം അല്ലെങ്കിൽ ആ സിംറ്റം എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാം. അതാണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ പ്രോബ്ലം ഡയഗ്നോസിസിൽ വരുന്നത് ആദ്യം തന്നെ ഏതാണ് പ്രോബ്ലത്തിന് ഉണ്ടായിരിക്കുന്ന സിംറ്റം എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ഡയറക്റ്റ് പ്രോബ്ലം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ഡയഗ്നോസിസ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ്, ഡിസ്കവറിങ് alternatives. After having identified and diagnosed the problem, then the next step is to search for various alternatives for solving the problem. Then അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പല വേസ് ഉണ്ടാവും അല്ലേ? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ടാവും. അതിൽ പല ആൾട്ടർനേറ്റീവ്സ്, ഈ പറയുന്ന പല ആൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പല ചോയ്സസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡിസ്കവറിങ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. These alternatives can be evolved either by giving a detailed thought or by consulting experts. While discovering alternatives in concept of limiting factor should be applied. Then അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ആൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ആ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോബ്ലം നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നമ്മൾക്ക് കൺസൾട്ട് ചെയ്യാം. ഓക്കെ, അവരായിരിക്കും അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ രണ്ട് വഴിയാണുള്ളത്. ഫസ്റ്റ് തന്നെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് പല ആൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മൾക്ക് കൺസൾട്ടൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും നമ്മൾക്ക് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നോക്കുക, എ ലിമിറ്റിംഗ് ഫാക്ടർ ഇസ് വൺ വിച്ച് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് അക്കംപ്ലിഷിംഗ് desired objective. For example, if a firm has limiting in increasing the salary of employees, the decision maker should not consider an alternative of hike in salary to solve the problem of high employee turnover.
ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറയുന്നുണ്ട്. എല്ലാ ഫേമിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും നമുക്ക്. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താനായിട്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവിൽ എത്താനായിട്ട് നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയി ടേൺ ഓവറിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഒരേ ഒരു സൊല്യൂഷനെ ഒരു ഫേം കാണുന്നുള്ളൂ. ഡിസിഷൻ മേക്കർ ഒരേ ഒരു സൊല്യൂഷനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ സാലറി കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഓർഗനൈസേഷൻ്റെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഫേമിന് സാലറി ഇൻക്രീസ് ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു ലിമിറ്റിംഗ് ഫാക്ടറാണ് അല്ലേ. നമ്മളുടെ അടുത്ത് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് തടയാനായിട്ട് സാലറി കൂട്ടുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ ഡിസിഷൻ മേക്കർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഓർഗനൈസേഷൻ്റെ പോളിസീസും അതിൻ്റെ കണ്ടീഷൻസും അനുസരിച്ച് സാലറി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ തേർഡ് പോയിന്റിൽ പറയുന്നത് എന്താണ്, നമ്മൾ ആ കണ്ടുപിടിച്ച പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. The next ആണ് evaluating alternatives. Evaluation of alternatives involve measuring cost and benefit associated with each alternative, the element of risk involved in each alternative, the resources and time available for implementation should also be considered. A decision maker can set evaluation criteria in order to ensure uniformity in the valuation of all the alternatives. നെക്സ്റ്റ് വരുന്നത്, നമ്മൾ കുറേ ആൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാനായിട്ട്. ഇനി ആ ഓരോ സൊല്യൂഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തണം. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഇപ്പോൾ കുറേ ആൾട്ടർനേറ്റീവ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആൾട്ടർനേറ്റീവ് 1, 2, 3 അങ്ങനെ 3 ആൾട്ടർനേറ്റീവ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് എടുക്കുക. ദെൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എത്ര കോസ്റ്റ് ആ കമ്പനിക്ക് വരും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അതിൻ്റെ ബെനിഫിറ്റ് എത്രയായിരിക്കും, അതുകൊണ്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് ആൾട്ടർനേറ്റീവ് എടുക്കുക, അതിൻ്റെ കോസ്റ്റ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എത്ര കോസ്റ്റ് വരും എന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റും അനലൈസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ തേർഡ് എടുക്കുക, കോസ്റ്റും ബെനിഫിറ്റും അനലൈസ് ചെയ്യുക. ഈ 3 ആൾട്ടർനേറ്റീവ്സും ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിലേറ്റവും കോസ്റ്റ് കുറവും ബെനിഫിറ്റ് കൂടുതലുമുള്ള ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് ദ എലമെൻറ്റ് ഓഫ് റിസ്ക് ഇൻവോൾവ് ഇൻ ഈച്ച് ആൾട്ടർനേറ്റീവ്. ഓരോ ആൾട്ടർനേറ്റീവ് ചെയ്യുമ്പോഴും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റിസ്ക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് അത് ചെയ്യാനുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ, ദെൻ ഇംപ്ലിമെൻറ്റേഷനുള്ള ക്രൈറ്റീരിയാസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, റിസ്ക്കുകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം, അതുകൂടെ കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ ഡിസിഷൻ മേക്കർ ഈ ഓരോ ക്രൈറ്റീരിയാസും വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കോസ്റ്റ് ബെനിഫിറ്റ് ഇവാലുവേഷൻ ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ, നമ്മൾക്ക് എല്ലാ ആൾട്ടർനേറ്റീവ്സും സെയിം വേയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് തരുള്ളൂ അല്ലേ. ഒരു ഐറ്റം നമ്മൾ ഒരു വേയിൽ ഇവാലുവേറ്റ് ചെയ്തു, ദെൻ മറ്റേ ആൾട്ടർനേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് ഇവാലുവേഷൻ കറക്റ്റ് ആണെന്നുള്ളത്. സോ ഡിസിഷൻ മേക്കർ ഒരു സെറ്റ് ഓഫ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫോം ചെയ്തിരിക്കണം. അതായത് 3 ഇവാലുവേഷൻ, അത് 3 ആൾട്ടർനേറ്റീവ്സും ഒരേ രീതിയിൽ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ്സിന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ഈച്ച് ആൾട്ടർനേറ്റീവ്, ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം അണ്ടർ കൺസിഡറേഷൻ ഷുഡ് ബി സെലക്റ്റഡ്. The decision maker can select the best alternative based on his experience, experimentation, and research and analysis. While selecting an alternative, one has to see that the chosen alternative is in conformity with the organizational objectives. നമ്മൾ ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇതിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുക, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് സെലക്ട് ചെയ്യുന്നത് ഡിസിഷൻ മേക്കറുടെ പാസ്റ്റ് എക്സ്പീരിയൻസും അയാൾ നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് ഇവാലുവേഷനും ദെൻ റിസർച്ചുകളും അനലൈസിസ് റിപ്പോർട്ടും ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ കൺഫേം ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, വൺസ് ആൻ ആൾട്ടർനേറ്റീവ് ഇസ് സെലക്റ്റഡ്, ഇറ്റ് ഷുഡ് ബി പുട്ട് ഇൻ ടു ആക്ഷൻ. As a first stage of implementation, the decision and the methodology of implementation have to be communicated to those who face problems.
ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ആരൊക്കെയാണോ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് അവരുമായിട്ട് ആദ്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ഏതൊരു ആക്ഷനാണ്, അല്ലെങ്കിൽ ഏത് ആൾട്ടർനേറ്റീവാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ്ലി, the required resources should be allocated and responsibility for specific tasks should be assigned to individuals. Then next ചെയ്യേണ്ടത്, ഇനി ഈ ഒരു ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, അല്ലെങ്കിൽ എന്തൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ടൂൾസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഇതാണ് ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഫോളോ അപ്പ്. നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യുക. വെൻ എ ഡിസിഷൻ ഇസ് ഇംപ്ലിമെൻറ്റഡ് it produces certain results. These results must be correspond with the objective of a decision. If there is any deviation between the result and the objectives, the reasons for such deviations should be analyzed and steps should be taken to correct such deviations. Then ഇനി ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടും അല്ലേ? ഒരു കാര്യം നമ്മളൊരു ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം. ആ ഒരു ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും നമ്മളുടെ റിസൾട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു നമ്മുടെ ഡിസിഷനും ആ ഒബ്ജക്റ്റീവും അറ്റൈൻ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് വീണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് തന്നെ പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക, ദെൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക കറക്റ്റായിട്ട്, ദെൻ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പല ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ ഓരോ ചോയ്സസും ഇവാലുവേറ്റ് ചെയ്യുക, ദെൻ അതിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ ആ ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ദെൻ അത് കിട്ടുന്ന റിസൾട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് ഓഫ് ബിസിനസ് ഡിസിഷൻസ്. ഫസ്റ്റ്, സ്പോണ്ടേനിയസ് ആൻഡ് റാഷണൽ ഡിസിഷൻസ്. Spontaneous decisions are those decisions taken without conscious thoughts and analysis. Such decisions are quick decisions and therefore the chance of errors are more. അപ്പോൾ സ്പോണ്ടേനിയസ് ഡിസിഷൻസ്, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ്, പെട്ടെന്ന് തിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റുകൾ ആലോചിക്കാതെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസാണ് സ്പോണ്ടേനിയസ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്വിക്ക് ഡിസിഷൻസ് ആണ് സ്പോണ്ടേനിയസ് ഡിസിഷൻസ്. ദെൻ നെക്സ്റ്റ് ആണ് റാഷണൽ ഡിസിഷൻസ്. റാഷണൽ ഡിസിഷൻസ് ആർ ദോസ് ഡിസിഷൻസ് ടേക്കൺ ആഫ്റ്റർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ആൻഡ് ലോജിക്കൽ അനാലിസിസ് ഓഫ് ഓൾ ദ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം. Such decisions are not quick decisions but involve more time and therefore the chance of errors are minimum. അപ്പോൾ സ്പോണ്ടേനിയസ് ഡിസിഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് റാഷണൽ ഡിസിഷൻസ്. റാഷണൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി, നമ്മളുടെ പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ നിന്നും ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് റാഷണൽ ഡിസിഷൻസ്. നമ്മളൊരു സാധാരണ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് എറേഴ്സ് കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. According to Herbert Simon, programmed decisions are concerned with relatively routine and repetitive problems. Such decisions are taken in accordance with the existing rules and procedures. Programmed decisions are relatively simple and are taken by the lower level management. ഹെർബർട്ട് സൈമണിൻ്റെ തോട്ട് അനുസരിച്ച് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത് റുട്ടീൻ അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് ഡിസിഷൻസ് ആണ്. ഒരു ഓർഗനൈസേഷൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ദെൻ ഇത് നമ്മളുടെ ഓർഗനൈസേഷൻസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊക്കെ കൺസിഡർ ചെയ്ത് അതിൻ്റെ ബേസിസിൽ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും. ആൻഡ് ദേ ആർ സിമ്പിൾ ആൻഡ് ടേക്കൺ ബൈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. സിമ്പിൾ ഡിസിഷൻസ് ആണ്, അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ അറിയാം നമ്മൾക്ക് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ്. Decisions relating to employees' remuneration, leave, credit period to customers, cash and quantity discounts, etc. are example of programmed decisions. Then എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? എംപ്ലോയീസ് റെമ്യൂണറേഷൻ, അത് തീരുമാനിക്കുന്നവരാണ് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദെൻ ക്രെഡിറ്റ് പീരിയഡ് ടു കസ്റ്റമേഴ്സിന് എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു എമൗണ്ട്
എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓർഗനൈസേഷന് വാങ്ങിച്ചുകൊണ്ട് പോയ പ്രോഡക്ട്സിൻ്റെ എമൗണ്ട് അവർ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. ദെൻ ക്യാഷ് ആൻഡ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്, എത്ര ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിന് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ലോവർ ലെവൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ഡീൽസ് വിത്ത് unusual complex business problems. Such decisions are occasional and have no ready-made solutions. Therefore, such decisions are taken by top-level management. അപ്പോൾ നോൺ പ്രോഗ്രാം ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ബിസിനസ് പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. കാരണം അത് ബേസിക്കലി ഒക്കേഷണലി പെട്ടെന്ന് വരുന്ന പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ ഫുള്ള് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്, എൻറ്ററിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്, ടേൺ ഓവർ ഓഫ് അനദർ ബിസിനസ് യൂണിറ്റ് എക്സെട്ര അത് എക്സാമ്പിൾ ഓഫ് നോൺ പ്രോഗ്രാം ഡിസിഷൻസ്. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പുതിയ മാർക്കറ്റ് ഏരിയയിലേക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ എൻ്റർ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ ഫുൾ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ നോൺ പ്രോഗ്രാം ഡിസിഷൻസിലാണ് വരുന്നത്. എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. കോംപ്ലക്സ് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻസ്. അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലേ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഇൻഡിവിജ്വൽ ഡിസിഷൻസിൽ എന്ന് പറയുന്നത്. അത് സ്മോൾ ഓർഗനൈസേഷനിലാണ് മെയിനായിട്ട് ഇത് വരുന്നത്. കാരണം പ്രൊപ്രൈറ്റർ തന്നെ ആയിരിക്കും അത് എടുക്കേണ്ടത്. കാരണം ചെറിയ ഓർഗനൈസേഷനിൽ അതിൻ്റെ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ, അതുപോലെ തന്നെ സിംഗിൾ ഇൻഡിവിജ്വലാണ് ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവർ തന്നെ ആയിരിക്കും. ചെറിയ ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഈ ലെവൽസ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ അങ്ങനെ ഉണ്ടാവണം എന്നില്ല. സോ ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഡിസിഷൻസ് എടുക്കുന്നത് സിംഗിൾ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും. അതാണ് ഇൻഡിവിജ്വൽ ഡിസിഷൻസ്. വെൻ എ ഡിസിഷൻ ഇസ് ടേക്കൺ ബൈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സച്ച് എ പർപ്പസ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രൂപ്പ് ഡിസിഷൻസ്. ദെൻ ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന, അവർ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഡിസിഷൻസ് ആണ് ഗ്രൂപ്പ് ഡിസിഷൻസ്. ഡിസിഷൻസ് ടേക്കൺ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്മിറ്റി ആർ എക്സാമ്പിൾസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മുടെ ഓർഗനൈസേഷനിലെ കുറേ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഡിസിഷൻസ് ഗ്രൂപ്പ് ഡിസിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഡിസിഷൻസ്. അതിൽ നിന്ന് നമുക്ക് നേരെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഷോർട്ട് റൺ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ദെൻ അതിൽ അൺസർട്ടനിറ്റി കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. ഓക്കെ, കാരണം എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത ഒരു ദിവസം വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലേ. അൺസർട്ടനിറ്റി കുറവാണ്, റിസ്ക് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് ലെസ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് ആയിരിക്കും. സോ അതിനെയാണ് ഷോർട്ട് റൺ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ലോങ് റൺ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് മോർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൺ ആണ്. ലോങ് ആവും തോറും നമ്മൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ലോങ് പീരീഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. സോ അത് റിസ്കിയാണ്, അൺസർട്ടൈൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അനലിറ്റിക്കൽ ഡിസിഷൻസ്. Analytical decision making is an approach where a leader or manager only makes important business decisions with solid data or information in hand. It is taken when the problem is complex but its output is certain. അപ്പോൾ അനലിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷൻസ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള കുറേ ഡാറ്റാസും ഇൻഫർമേഷനും വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിസിഷൻസ് ആണ് അനലിറ്റിക്കൽ ഡിസിഷൻസ്. ഓക്കെ, സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് അനലിറ്റിക്കൽ ഡിസിഷൻസ്. അത് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജറോ ലീഡറോ ആയിരിക്കും അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനൊക്കെ എടുക്കുന്നത്. സോ അവർ തന്നെയാണ് ഇത് അനലിറ്റിക്കൽ ഡിസിഷൻ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ വെൻ എ പ്രോബ്ലം ഇസ് കോംപ്ലെക്സ് ബട്ട് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇസ് സർട്ടൈൻ. നമ്മൾക്കതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്നുള്ളത് നേരത്തെ അറിയാമായിരിക്കും, പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നമ്മൾ അനലിറ്റിക്കൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.